ഹായ് 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 നമ്മുടെ 6ാം ക്ലാസ്സിലെ ആനുവൽ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാൻ വേണ്ടി പോകുന്നത് കേട്ടോ. 100% ഉറപ്പാണ് ഈ ചോദ്യം എന്തായാലും എക്സാമിന് ഉണ്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഫ്രാക്ഷൻ ഭിന്നസംഖ്യ തന്നിട്ട് അതിന് സെയിം ആയിട്ടുള്ള വേറൊരു ഭിന്നസംഖ്യ എഴുതാൻ വേണ്ടി ചോദിക്കും. ഞാൻ ഇവിടെ 1/5 എന്നുള്ള ഒരു ഫ്രാക്ഷൻ ഭിന്നസംഖ്യ തന്നിട്ടുണ്ട്. എന്താണ് ഫ്രാക്ഷൻ ഭിന്നസംഖ്യ കാര്യങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്താണ് ഒരു ബൈ അതിന് മുകളിൽ നമ്പർ താഴെ നമ്പർ, ഇങ്ങനെയുള്ള നമ്പറുകൾ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫ്രാക്ഷൻ ഭിന്നസംഖ്യ അല്ലേ. അങ്ങനെ ഒരു 1/5 എന്ന് എടുത്ത് തന്നിട്ടുണ്ട്. ഈ 1/5 എന്നുള്ള ഫ്രാക്ഷന് സെയിം ആയിട്ടുള്ള വേറൊരു ഫ്രാക്ഷൻ നമ്മൾ എഴുതണം. അങ്ങനെ വേറൊരു ഫ്രാക്ഷൻ എഴുതുമ്പോൾ ആ ഫ്രാക്ഷന്റെ താഴെ 10 ആണ് വരുന്നതെങ്കിൽ മുകളിൽ എന്താണ് വരേണ്ടത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിന് സെയിം ആണ് ഫ്രാക്ഷൻ, ഇതിന് താഴെ 5 ആണെങ്കിൽ ഇതിന് താഴെ 10 ആണ് വരുന്നത്. അപ്പോൾ ഇതിന് താഴെ 10 ആണ് വരുന്നതെങ്കിൽ മുകളിൽ എന്താ വരുന്നത് നമ്മൾ കണ്ടുപിടിക്കണം. സിമ്പിളാണ്. എങ്ങനെ ഒരു ഫ്രാക്ഷൻ സെയിം ആയിട്ടുള്ള വേറെ ഫ്രാക്ഷൻ എഴുതാന്ന് അറിയോ? നമ്മൾ വേറെ ഫ്രാക്ഷൻ എഴുതുമ്പോൾ അതിന്റെ താഴെ 10 വരണമെന്ന് പറഞ്ഞു അല്ലേ. ഇവിടെ 5 ഉള്ളിടത്ത് അവിടെ 10 വേണമെന്ന് പറഞ്ഞു. ഇവിടെ താഴെ 5 ആണ്, നമ്മൾ എന്താ അതിന് സെയിം ആയിട്ടുള്ള വേറെ ഫ്രാക്ഷൻ എഴുതുമ്പോൾ അവിടെ 10 വരണം എന്ന് പറഞ്ഞു താഴെ. ഇവിടെ 5 ഉള്ളിടത്ത് 10 വരണം അല്ലേ. 5നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്താലാണ് 10 വരിക നോക്കുക. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും മാത്രമേ ഒരു ഫ്രാക്ഷൻ നമ്മൾ മറ്റൊരു ഫ്രാക്ഷൻ ആക്കി എഴുതുമ്പോൾ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇവിടെ 5 10 ആയിട്ടുണ്ട്. 5നെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 10 ആവില്ല. ഏത് നമ്പറിന് ഡിവൈഡ് ചെയ്യുമ്പോൾ നമ്പർ ചെറുതാവുക ചെയ്യുക. ഇവിടെ 5 ഉള്ളത് 10 ആവുക ചെയ്തത്. 5നേക്കാൾ വലുതാണ് 10. 5 എന്താ വലുതായിട്ട് 10 ആവുക ചെയ്തത്. വലുതാവണമെങ്കിൽ ഡിവിഷൻ അല്ല ഉപയോഗിക്കുക. അപ്പോൾ ഡിവിഷൻ അല്ലാതെ വേറെ ആരും നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. മൾട്ടിപ്ലിക്കേഷൻ ഉപയോഗിക്കുക. 5നെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 ആവും. 5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത് 10 ആണ് അല്ലേ. അപ്പൊ ഇവിടെയുള്ള താഴത്തെ നമ്പറിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് അപ്പുറത്തെ താഴത്തെ നമ്പർ. അങ്ങനെയാണെങ്കിൽ അപ്പുറത്ത് മുകളിലെ നമ്പർ ഏതാ വരിക എന്നറിയോ? ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തല്ലേ, അപ്പൊ മുകളിലുള്ളതിനും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതായിരിക്കും അപ്പുറത്ത് മുകളിലത് വരിക. അപ്പൊ താഴെയുള്ളതിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണോ ഡിവൈഡ് ചെയ്തതാണോ അപ്പുറത്തുള്ളത് നോക്കുക. ഇവിടെ താഴെതിന് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് അപ്പുറത്തുള്ളത്. അങ്ങനെയാണെങ്കിൽ മുകളിലതിനും അതേ സംഭവം ചെയ്തത്. മുകളിൽ 2 കൊണ്ട് മൾട്ടിപ്ലൈ ആയിരിക്കും അപ്പുറത്ത് മുകളിൽ വരിക. അത്രേ ഉള്ളൂ. ഇവിടെ മുകളിൽ എന്താ 1 ആണ്. 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ എന്താ വരിക? 1 × 2 2 എന്ന് വരും. 1/5 എന്നുള്ള ഫ്രാക്ഷൻ സെയിം ആയിട്ടുള്ള ഫ്രാക്ഷൻ 2/10 ആണ്. അപ്പൊ താഴെ 10 വരുന്ന രൂപത്തിൽ 1/5 സെയിം ആയിട്ടുള്ള ഫ്രാക്ഷൻ ഏതാ? 2/10 ആണ്. സിമ്പിൾ. അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ താഴെ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത് അതേ നമ്പർ കൊണ്ട് മുകളിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫ്രാക്ഷന് സെയിം ആയിട്ടുള്ള ഫ്രാക്ഷൻ നമുക്ക് കിട്ടും അല്ലേ. അങ്ങനെയാണെങ്കിൽ 3/4 എന്നുള്ള ഫ്രാക്ഷൻ സെയിം ആയിട്ട് താഴെ 100 വരുന്ന രൂപത്തിലുള്ള ഫ്രാക്ഷൻ നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ താഴെ 4 വന്നു കൊടുത്ത് ഇപ്പുറത്ത് എന്താ 100 വന്നു. 4നെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് 100 വരിക? ഇങ്ങനെ കാണാം. 100 ഡിവൈഡ് ബൈ 4 ചെയ്താൽ മതി. എന്താ 25 ഉത്തരം കിട്ടും. 4നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100 ആണ് വരിക. അപ്പൊ താഴെയുള്ളതിന് 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തതാണ് അപ്പുറത്ത് താഴെയുള്ളത് അല്ലേ. അപ്പൊ താഴെയുള്ളതിന് എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് അപ്പുറത്ത് താഴെയുള്ളത് ആവുക നോക്കുക. താഴെയുള്ളതിന് എന്താ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാണ് അപ്പുറത്ത് താഴെയുള്ളത് വരിക. അപ്പൊ താഴെയുള്ളതിന് 25 മൾട്ടിപ്ലൈ ചെയ്തെങ്കിൽ മുകളിലുള്ളതിനും 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അപ്പുറത്ത് മുകളിൽ നമുക്ക് കിട്ടും. സിമ്പിൾ. 3നെ 25 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് എന്താ കിട്ടുക? 75 എന്ന് കിട്ടും. പുറത്ത് മുകളിൽ വരേണ്ടത് 75 ആണ്. 3/4 എന്നുള്ള ഫ്രാക്ഷൻ സെയിം ആയിട്ട് താഴെ 100 വരുന്ന ഫ്രാക്ഷൻ ഏതാന്ന് ചോദിച്ചാൽ 75/100 ആണ്. സിമ്പിൾ. ഇതുപോലെ ഒരു ഫ്രാക്ഷന്റെ മുകളിലുള്ള നമ്പർ നമുക്ക് ന്യൂമറേറ്റർ എന്നും താഴെ നമ്പർ നമുക്ക് ഡിനോമിനേറ്റർ എന്നും വിളിക്കാം. മുകളിലുള്ളത് അംശം, താഴെ ഛേദം. ഈ ഫ്രാക്ഷന്റെ അംശം ഏതാണ്? 3 ആണ്. ഛേദം ഏതാണ്? 4 ആണ്. ന്യൂമറേറ്റർ 3, ഡിനോമിനേറ്റർ 4. ഒരു ഫ്രാക്ഷന്റെ ബൈയുടെ മുകളിലെ നമ്പറിനെ ന്യൂമറേറ്റർ അംശം നമ്മൾ വിളിക്കുക. ബൈയുടെ താഴെ ഇതിനെ ഡിനോമിനേറ്റർ ഛേദം നമ്മൾ വിളിക്കുക. നിങ്ങൾക്ക് അറിയുന്നതാണ്. അങ്ങനെയാണെങ്കിൽ 3/8 എന്നുള്ള ഫ്രാക്ഷന് സെയിം ആയിട്ടൊരു ഫ്രാക്ഷൻ നമ്മൾ അവിടെ എഴുതണം. ഇവിടെ താഴെയുള്ളതും മുകളിലതും തന്നിട്ടില്ല. താഴെ നിങ്ങൾക്ക് 10 വരുന്ന രൂപത്തിലോ 100 വരുന്ന രൂപത്തിലോ 1000 വരുന്ന രൂപത്തിലോ എടുക്കാം അല്ലേ. നമ്മൾ ആദ്യം 10 വരുന്ന രൂപത്തിലെടുത്തു, പിന്നെ 100 വരുന്ന രൂപത്തിലെടുത്തു. ഇനി ഇവിടെ എന്താ നമുക്ക് ഒരു 1000 വരുന്ന രൂപത്തിൽ എടുത്തു നോക്കാം. ആദ്യം 10 വരുന്ന രൂപത്തിൽ ഇതിനാക്കാൻ വേണ്ടി കഴിയുമോ നമുക്ക് നോക്കാം. താഴെ 10 വരുന്ന രൂപത്തിൽ ഈ ഫ്രാക്ഷൻ സെയിം ആയിട്ട് ഒരു ഫ്രാക്ഷൻ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമോ? ഇവിടെ താഴെ 8 ആണ്, അതെന്തായി 10 ആയിട്ട് മാറി. 8 10 ആവണമെങ്കിൽ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പറ്റുമോ? 8 ഗുണിക്കണം 1 ചെയ്താൽ 8 ആണ്. 8 ഗുണിക്കണം 2 ചെയ്താൽ 16 ആവും. 10 കഴിഞ്ഞു പോകും. 8നെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 ആവില്ല. അപ്പൊ ഡിവൈഡ് ചെയ്താൽ 10 ആവുമോ? ഇല്ല. ഏത് നമ്പറിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ ചെറുതാവുക ചെയ്യുക. 8നെ 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 8 തന്നെ, 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4 ആവും അല്ലേ. ഇവിടെ 10 ആണ്. 8നേക്കാൾ വലിയ നമ്പറെ തന്നത്. അപ്പൊ 8നെ ഒരു നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താലും മൾട്ടിപ്ലൈ ചെയ്താലും 10 ആവില്ല.
അപ്പോൾ 8നെ 10 ആക്കാൻ വേണ്ടി കഴിയൂല. അതായത് ഈ ഫ്രാക്ഷൻ സെയിം ആയിട്ടുള്ള താഴെ 10 വരുന്ന രൂപത്തിലുള്ള ഫ്രാക്ഷൻ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയൂല. അപ്പോൾ താഴെ 100 വരുന്ന രൂപത്തിലുള്ള ഫ്രാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമോ നമുക്ക് നോക്കാം. ഒന്നുകിൽ താഴെ 10 വരുന്ന രൂപത്തിൽ ഉണ്ടാക്കണം, അല്ലെങ്കിൽ 100 വരുന്ന രൂപത്തിൽ ഉണ്ടാക്കണം, അല്ലെങ്കിൽ 1000 വരുന്ന രൂപത്തിൽ ഉണ്ടാക്കണേ. 10 പറ്റില്ല നമുക്ക് മനസ്സിലായി. നമുക്ക് 100 വരുന്ന രൂപത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി പറ്റുമോ നോക്കാം. 8നെ ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 100 ആവുമോ? 8 ഗുണിക്കണം 10 80 8നെ 11 കൊണ്ട് ഗുണിച്ചാൽ 88, 12 ആവുമ്പോൾ 96, 13 ആവുമ്പോൾ എന്താ 104, 96 കഴിഞ്ഞ് പിന്നെ 104 വരുന്നത്, 100 കഴിഞ്ഞ് പോയി. അപ്പോൾ 8ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഒന്നും 100 ഇല്ല. 8ന് ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്ത് നമുക്ക് 100 കിട്ടൂല. 100 ഡിവൈഡ് ബൈ 8 നോക്കിക്കേ, നമുക്ക് കൃത്യമായിട്ട് ഡിവൈഡ് ചെയ്യേണ്ടി കഴിയില്ല, പോയിന്റ് വരും. അതായത് 8ന് ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ 100 വരില്ല എന്നർത്ഥം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? അപ്പോൾ 100 വരൂല എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. ഇപ്പോൾ താഴെ 3/8 എന്നുള്ള ഫ്രാക്ഷൻ സെയിം ആയിട്ട് താഴെ 100 വരുന്ന രൂപത്തിലുള്ള ഫ്രാക്ഷൻ നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിയൂല. ഇനി ഒരു ഓപ്ഷനേ ഉള്ളൂ, 1000. താഴെ 1000 വരുന്ന രൂപത്തിൽ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുമോ? 8ന് ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1000 വരുമോ? പെട്ടെന്ന് കാണാൻ ഒരു മാർഗ്ഗമുണ്ട്. ഈ 1000നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഉത്തരം നോക്കിയാൽ മതി. 1000നെ 8 കൊണ്ട് ഡിവൈഡ് നമുക്ക് എന്താ ഉത്തരം കിട്ടുക? 1 8 ഇല്ല, 10 8, ഒരു പ്രാവശ്യം 1 8 8, 10 8 പോയ ബാക്കി 2 ബാക്കി, 0 ഇറക്കി എഴുതി, 20 8 2 പ്രാവശ്യം, 2 8 16, ബാക്കി 4, വീണ്ടും 0 ഇറക്കി എഴുതി, 40 8 5 പ്രാവശ്യം, 5 8 40, 40 കുറച്ചാൽ 0. എന്താണ്? 125 ഉത്തരം കിട്ടും. അതായത് 8നെ 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്ന ഉത്തരം 1000 ആണ്. സിമ്പിൾ. അപ്പോൾ 8ന് ഏതെങ്കിലും നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1000 കിട്ടും. 8നെ 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1000 കിട്ടും. 8നെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 10 കിട്ടൂല. 8നെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 100 കിട്ടൂല. പക്ഷെ 8നെ 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1000 കിട്ടും. അപ്പോൾ താഴെ 1000 വരുന്ന രൂപത്തിൽ ഫ്രാക്ഷൻ സെയിം ആയിട്ടുള്ള ഫ്രാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. താഴെ 8 ആയിരുന്നു, 8നെ 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1000 ആണ്. അങ്ങനെയാണെങ്കിൽ താഴെ ഉള്ളതിന് 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് അപ്പുറത്ത് താഴെ ഉള്ളെങ്കിൽ മുകളിലുള്ളതിനും എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? 125 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ അപ്പുറത്ത് മുകളിൽ എന്താണ് വരിക എന്നുള്ള കാര്യം നിങ്ങൾ കണ്ടുപിടിച്ചൊരു കമന്റ് സെക്ഷനിൽ ഇടണം. അങ്ങനെയാണെങ്കിൽ 3/8 എന്നുള്ള ഫ്രാക്ഷൻ സെയിം ആയിട്ട് താഴെ 1000 വരുന്ന രൂപത്തിലുള്ള ഫ്രാക്ഷൻ എന്തായിരിക്കും വരിക എന്നുള്ള കാര്യം നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഇടുക. ഇവിടെ ക്ലിയർ ആയിട്ട് മനസ്സിലാകുന്നുണ്ടെങ്കിൽ ആ കാര്യം കമന്റ് ബോക്സിൽ അറിയിക്കാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാട്ടോ ഇത്. എക്സാമിന് ഷുവറായിട്ടും ചോദിക്കുന്ന ചോദ്യമാണ്. ആനുവൽ എക്സാമിന് വരുന്ന ഒരു ആക്ടിവിറ്റി നിങ്ങൾ മുഴുവനായിട്ട് പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇതുപോലെ എക്സാമിന് ഏറ്റവും പ്രധാനമായിട്ട് ചോദ്യങ്ങൾ മുഴുവൻ വീഡിയോസായിട്ട് ലൈവായിട്ട് നിങ്ങൾക്ക് പറഞ്ഞിരുന്നുണ്ട്. വൈകുന്നേരമുള്ള ലൈവ് ക്ലാസ്സുകൾ മിസ്സാക്കേണ്ട. അതുപോലെ തന്നെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് എല്ലാവരും വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. നമുക്ക് എന്തായാലും അങ്ങോട്ടുള്ള ഓരോ ലൈവ് ക്ലാസ്സിലും വീഡിയോസിലൊക്കെ ആയിട്ട് കാണാം. എല്ലാവരും കൃത്യമായിട്ട് ക്ലാസ്സുകൾ കാണുക. ഈ ആനുവൽ എക്സാം നമുക്ക് ഫുൾ മാർക്ക് ഉറപ്പിക്കാം കേട്ടോ. ബൈ ബൈ.